ഈ രാഹുലിനെ അപ്പോൾ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ? അയാളെ തന്നെ ചോദിക്കണം. അതിന് വീട്ടുകാർ കൃത്യസമയത്ത് കല്യാണം കഴിച്ചു കൊടുത്തില്ല, അതാണ് അയാൾക്ക് ചേട്ടൻ പറയുന്നത് പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം. പെട്ടെന്ന് അയാളെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾ തന്നെ കൂടണം. ശരി, എന്നിട്ട് അയാൾ MLA ആയിട്ട് പറ്റേ. ഇപ്പൊ ഏട്ടനുണ്ടല്ലോ, അത് ഒന്നിനെ കല്യാണം കഴിച്ചാൽ പോലെ പ്രശ്നം തീർന്നില്ലേ? അല്ലേ? ഞാൻ വേറൊന്നും പറയില്ല. ഏട്ടനുണ്ട്, ഒന്നും ഗർഭമാണ് പറഞ്ഞു, അതിനെ കല്യാണം കഴിച്ച അച്ഛനുമായി സൗകര്യമായില്ലേ? അതല്ല അന്തസ്. BJP CPM പറയുന്നത് ഷാഫിയും VD സതീശനാണ് എല്ലാ അവകാശം ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് ഷാഫിയോ VD സതീശനെ ഒന്നും അറിയില്ല. VD സതീശനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. നിങ്ങളുടെ ചാനലിൽ മാത്രമുണ്ട്. അയാളെക്കുറിച്ച് ഞാൻ അറിയാത്തതെന്തിനാണ് പറയുന്നത്? ഷാഫിയെ കുറിച്ച് അറിയാത്തതെന്തിനാണ് ഞാൻ പറയുന്നത്? ഇയാളെക്കുറിച്ച് അറിയുന്നത് പത്രത്തിൽ വന്ന കാരണം, അല്ലെങ്കിൽ നമ്മൾ അറിയൂലല്ലോ. കോൺഗ്രസ് പുറത്താക്കി, പക്ഷേ MLA സ്ഥാനം ആള് രാജിവെച്ചില്ല. അയാള് അയാളുടെ പാർട്ടി എന്താണ് ചെയ്യുന്നത് അത് ചെയ്തോട്ടെ. നിങ്ങളുടെ അഭിപ്രായം രാജിവെക്കണം എന്നാണോ? അതോ എന്റെ പാർട്ടിയുടെ അഭിപ്രായം രാജിവെക്കണം എന്നാണ്. ശിവരാജേട്ടന്റെയോ? എന്റെ അഭിപ്രായം, എന്റെ പാർട്ടിയുടെ അഭിപ്രായം, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ത് പറഞ്ഞോ അതന്നെ ഞങ്ങളുടെ അഭിപ്രായം. അടുത്ത തവണ ഇവിടെ പിടിക്കോ, സീറ്റ് പിടിക്കോ? പാലക്കാട്. പിന്നെ ആരുണ്ട് പിടിക്കാൻ ആരുണ്ട്? സ്ഥാനാർത്ഥിയാവോ ശിവരാജേട്ടൻ? അതിന്റെ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ സ്ഥാനാർത്ഥിയില്ല. താല്പര്യമുണ്ടോ? ഇല്ല. MLA ആവാൻ താല്പര്യമില്ല? ഇല്ല. MLA വേണ്ട. നഗരസഭയിൽ തന്നെ വീണ്ടും മത്സരിക്കും. അത് നോക്കാം. MLA ഞങ്ങളുടെ അധികാരത്തിൽ വരുമ്പോ ആകാം. എപ്പോഴാ വരുക? അടുത്ത പ്രാവശ്യം വരൂല എന്നാണോ? അപ്പത്തിനാകാം. അപ്പൊ ആകാം. വന്നു കഴിഞ്ഞാൽ വീണ്ടും വരും. അല്ല, ഇപ്പൊ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അധികാരത്തിൽ അടുത്ത പ്രാവശ്യം 26 31 മത്സരിക്കാതെ 26 അധികാരത്തിൽ വന്നാ